ഗേറ്റ് ലെവൽ ആയാലും PSC ലെവൽ ആയാലും SSC JE എക്സാമിനേഷൻ ഏതൊരു എക്സാം എടുത്താലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാതിരിക്കില്ല എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ ഫൈൻ ചെയ്യാം. മിനിമം ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു, കുറേ ക്വസ്റ്റ്യൻസ് പോലും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതാണ്. സോ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ എക്സാമിനേഷന് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ച് എല്ലാവർക്കും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ ഓഫ് ബീം നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ഡിഫ്ലക്ഷൻ, എന്താണ് സ്ലോപ്പ് എന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ ആൻഡ് വാട്ട് ഈസ് സ്ലോപ്പ് എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ എന്തിനാണ്, വൈ ഇത് വന്നിട്ട് വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ ആൻഡ് വാട്ട് ഈസ് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലത്തെ എന്തിനാണ് ഡിഫ്ലക്ഷനും സ്ലോപ്പും, എന്തിനാണ് ഡിഫ്ലക്ഷനും സ്ലോപ്പും എന്ന് അറിഞ്ഞിരിക്കണം. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഹൗ ടു ഫൈൻഡ് ദിസ് ഡിഫ്ലക്ഷൻ, അതുപോലെ തന്നെ സ്ലോപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഫൈൻ ചെയ്യുക. ഇത് മൂന്നും അറിഞ്ഞിരിക്കണം നമ്മൾ ഈ ചാപ്റ്ററിന്റെ മുമ്പിലേക്ക് പോകുന്ന മുമ്പ്. അപ്പം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഡിഫോർമേഷൻ ഡ്യൂ ടു ഇന്റേണൽ ഫോഴ്സസ്. അപ്പം ഈ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബീമത്തെ മെമ്പറിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡ്യൂ ടു ദ ഡിഫോർമേഷൻ ഡ്യൂ ടു ഇന്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിഫോർമേഷനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാകുന്ന വെച്ചാൽ ആക്സിയൽ ആയിട്ടുള്ള ഫോഴ്സ് ആകാം, ഷിയർ ഫോഴ്സ് ആകാം, ബെൻഡിങ് മൊമെന്റ് ആകാം, ടോർഷൻ ആകാം. ഓക്കെ, ഈ തരത്തിലുള്ള ഇന്റേണൽ ഫോഴ്സസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഡിഫോർമേഷനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഇൻ എ ബീം മെമ്പർ എന്ന് പറയുന്നത്. ഹവർ ബീം അതുപോലെ തന്നെ ഫ്രെയിമിലും വന്നിട്ട് മേജർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് കാരണമാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ബെൻഡിങ് മൊമെന്റ് കാരണമാണ് ബീംസിലും അതുപോലെ തന്നെ ഫ്രെയിംസിലും വന്നിട്ട് മേജർ ആയിട്ടുള്ള ഡിഫോർമേഷൻസ് നടക്കുന്നത്. പക്ഷെ ഈ ട്രസ്സിലൊക്കെ മെയിൻ ആയിട്ട് ആക്സിയൽ ഫോഴ്സ് കാരണമാണ് ട്രസ്സിലൊക്കെ വന്നിട്ട് ഡിഫോർമേഷൻസ് നടക്കുന്നത്. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് സ്മോൾ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ തിയറി ആണ് വാലിഡ്. സോ സ്മോൾ ഡിഫ്ലക്ഷൻ തിയറി ആണ് വാലിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ബീംസിലും അതുപോലെ തന്നെ ഫ്രെയിംസിലൊക്കെ വന്നിട്ട് മെമ്പേഴ്സ് എങ്ങനെ അസ്യൂം ചെയ്തു എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ആർ അസ്യൂം ടു ബി ആക്സിയലി റിജിഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് ആക്സിയലി, അതായത് ബീംസിലും അതുപോലെ തന്നെ ഫ്രെയിംസിലും. സോ ഈ ബീംസിലും ഫ്രെയിംസിലും വന്നിട്ട് ഇത് എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്, ഈ രണ്ട് ഇതിലും മെമ്പേഴ്സ് വന്നിട്ട് ആക്സിയലി റിജിഡ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. എന്താണ് ആക്സിയലി റിജിഡ് എന്ന് പറയുന്നത്? ആക്സിയലി റിജിഡ് എന്ന് പറയുന്നത് ഒരു മെമ്പറിന്റെ ലെങ്ത് വന്നിട്ട് ചേഞ്ച് ആകുകയില്ല. അപ്പോൾ ഒരു മെമ്പറിന്റെ ലെങ്ത് ഓഫ് മെമ്പർ ഈസ് നോട്ട് ചേഞ്ച്, ഓർ ലെങ്ത് ഓഫ് മെമ്പർ ഈസ് അസ്യൂം ടു ബി നോട്ട് ബി ചേഞ്ച്ഡ്. അങ്ങനെയാണ് നമ്മൾ ആക്സിയലി റിജിഡ് എന്ന് പറയാം. അപ്പൊ ഈ ആക്സിയലി റിജിഡ് വന്നിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബീംസും ഫ്രെയിംസിലും നമുക്ക് കാണാം. ഓക്കെ, ഇനി പിന്നെ നമ്മൾ സ്വേ നോൺസേ ഇതൊക്കെ നമ്മൾ കുറച്ച് സ്ട്രക്ചർ അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഡിഫ്ലക്ഷൻ നേരത്തെ നമ്മൾ നോക്കിയല്ലോ, വാട്ട് ഈസ്, ഇത് മൂന്നും അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ ആൻഡ് ദ സ്ലോപ്പ്, വൈ വി വാണ്ട് ടു സ്റ്റഡി ദിസ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ആൻഡ് ഹൗ ടു ഫൈൻഡ് ദിസ് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ്. ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ ഒരു ബീം എടുത്തു. സോ നമ്മളിതിൽ ലോഡ് കൊടുത്തു. ഇതിൽ ലോഡ് കൊടുക്കുന്ന സമയം ലോഡ് കൊടുക്കുമ്പോൾ എന്താവുന്നു? ഡിഫോം ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഡിഫോം ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കാം? ഇത് ലോഡ് കൊടുക്കുമ്പോൾ ഇത് ഡിഫോം ആയിട്ട് മാറുമ്പോൾ ഇങ്ങനെ ഡിഫ്ലക്ട് ആയി വെച്ചോളൂ. സോ ഇത് വന്നിട്ട് ഈ പോയിന്റിൽ y2 ഡിഫ്ലക്ഷൻ, ഈ y2 ഡിസ്റ്റൻസിലും ഇത് വന്നിട്ട് y1ലും ആണ്. അപ്പോൾ നമ്മൾ ഈ കർവ് ഉണ്ടല്ലോ, ഈ കർവിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്.
എലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. സോ എലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഡിഫോംഡ് ആക്സിസ് ഓഫ് ലോഡഡ് ബോം. അതായത് ഈ എലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഡിഫോംഡ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. എന്തിന്റെ ഡിഫോംഡ് ആയിട്ടുള്ള കർവ് ആണ്? ഓഫ് ദിസ് ലോഡഡ് ബീം. സോ ലോഡഡ് ബീമിന്റെ ഡിഫോംഡ് ആയിട്ടുള്ള കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എലാസ്റ്റിക് കർവ്? എലാസ്റ്റിക് കർവ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഡിഫോംഡ് കർവ് ഓഫ് ദിസ് ലോഡഡ് ബീം. ഒരു ലോഡ് കൊടുത്ത് നമ്മളിങ്ങനെ ലോഡ് കൊടുത്ത് ഒരു ബീമിന്റെ ഡിഫോംഡ് ആയിട്ടുള്ള കർവിനെയാണ് ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ അതുപോലെ തന്നെ സ്ലോപ്പ് എന്താ നോക്കാം. ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഡിഫ്ലക്ഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ എ ലോഡഡ് ബീം. അതായത് ഒരു ലോഡഡ് ബീമിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. സോ ഒരു ലോഡഡ് ബീമിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ആംഗിൾ മെയ്ഡ് ബൈ എ ടാൻജന്റ് വിത്ത് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. സോ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ ഇങ്ങനെ ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ കിട്ടില്ല. ഇത് വന്നിട്ട് x1 ഇത് x2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസ് ഞാനിത് ടച്ച് ചെയ്യാം. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സിസിൽ കണ്ടോ ടാൻജന്റ് നമ്മൾ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ആക്സിസിനായിട്ട് ടാൻജന്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ടാൻജന്റിൽ ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്ലോപ്പ്. ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയാം. അപ്പൊ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദിസ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അത് വന്നിട്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഡിഫ്ലക്ഷൻ ഈസ് നത്തിങ് ബട്ട് ദിസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ എ ലോഡഡ് ബീം. ഒരു ലോഡഡ് ബീമിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഒരു പോയിന്റിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് ആംഗിൾ മെയ്ഡ് ബൈ ദിസ് ടാൻജന്റ് വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ആ ടാൻജന്റും ആയിട്ട്, ഇതാണ് ടാൻജന്റ്, ഈ ടാൻജന്റും ഹൊറിസോണ്ടൽ ആക്സിസും തമ്മിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ തീറ്റ വിൽ ബി ഓൾവേസ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അതായത് എക്സ് എന്ന് പറഞ്ഞ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ചേഞ്ച് ആകും തോറും നമ്മുടെ ഡിഫ്ലക്ഷനും ചേഞ്ച് ആകുന്നു. കാരണം എന്താണ്? ബിക്കോസ് നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആംഗിൾ മെയ്ഡ് ബൈ ടാൻജന്റ് വിത്ത് ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇപ്പോ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചോളൂ. ഇഫ് യു വാണ്ട് ടു ഡിസൈൻ എന്തൊരു ഇതും നമുക്ക് ഡിസൈൻ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. സ്ട്രെങ്ത് ഉണ്ടാകണം, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും ഉണ്ടാകണം. അപ്പോഴാണ് ഒരു ഡിസൈൻ കറക്റ്റായിട്ട് പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പഠിച്ചായിരുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ഏതൊരു സംഭവം ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അത് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് സ്ട്രെങ്ത്തും ഉണ്ടാകണം, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും ഉണ്ടാകണം. സോ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ സിഗ്മ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അലോവബിൾ. എത്ര അതിന് താങ്ങാൻ സാധിക്കുന്നത് വന്നിട്ട് സിഗ്മ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ സിഗ്മ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ അലോവബിൾ ആൻഡ് ടൗ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൗ അലോവബിൾ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോഴാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ സേഫ് ആയിട്ട് മാറുന്നത്. പക്ഷെ സ്റ്റിഫ്നെസിന്റെ കാര്യത്തിൽ നമ്മുടെ സ്റ്റിഫ്നെസ് കുറയുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടുന്നു. സോ ഡിഫ്ലക്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അലോവബിൾ. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ കുറയുമ്പോൾ സ്റ്റിഫ്നെസ് കൂടുന്നു. നമുക്ക് വേറൊരു ഇക്വേഷൻ ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് k ഈക്വൽ ടു എഫ് ബൈ ഡെൽറ്റ. സോ k ഈക്വൽ ടു എഫ് ബൈ ഡെൽറ്റ. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മുടെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ k ഡിക്രീസ് ആകും. സോ k ഡിക്രീസ് ആകും, സ്റ്റിഫ്നെസ് ഇൻക്രീസ് ആകുമ്പോൾ ഡിഫ്ലക്ഷൻ ഡിക്രീസ് ആകും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ നമുക്ക് ഫോർ എക്സാമ്പിൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടി കംപ്ലീറ്റ് ആകാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ഇങ്ങനെ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ എയ്റോപ്ലെയിനിന്റെ വിങ് എടുത്തു. എനിക്ക് എയ്റോപ്ലെയിൻ വരയ്ക്കാനൊന്നും അറിയില്ല. ഇതാണ് ഒരു എയ്റോപ്ലെയിൻ വിചാരിച്ചോളൂ. ഇതാണ് എയ്റോപ്ലെയിനിന്റെ ആ വിങ്സ്. ഓക്കെ, സോ ഇതാണ് എയ്റോപ്ലെയിനിന്റെ വിങ്സ്. അപ്പം
ഇതിന് സ്റ്റിഫ്നെസ് വന്നിട്ട് കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇഫ് സ്റ്റിഫ്നെസ് ഈസ് ലെസ് ഇൻ ദിസ് വിങ്സ്, അതായത് ഇതിൽ സ്റ്റിഫ്നെസ് കുറഞ്ഞു എന്ന് വെച്ചാൽ എക്സസീവ് ഡിഫോർമേഷൻ നടക്കുന്നു. ബിക്കോസ് വി ഓൾറെഡി നോ ദാറ്റ് കെയും ഡെൽറ്റയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് പറയുന്നത്. ഇത് കുറയുമ്പോൾ ഇത് കൂടും, അങ്ങനത്തെ ഒരു റിലേഷനാണ് നമുക്കറിയാം. അപ്പൊ എക്സസീവ് ഡിഫോർമേഷൻ നടക്കുമ്പോൾ നമ്മുടെ സ്റ്റിഫ്നെസ് വന്നിട്ട് കുറഞ്ഞ, എപ്പോഴാണോ സ്റ്റിഫ്നെസ് കുറയുന്നത് അപ്പോൾ ഡിഫോർമേഷൻ വന്നിട്ട് എക്സസീവ് ആയിട്ടുള്ള ഡിഫോർമേഷൻ ആയിരിക്കും ഉണ്ടാക്കും. സോ ഇറ്റ് വോണ്ട് ഗിവ് സഫീഷ്യന്റ് ലെഫ്റ്റ്. അപ്പൊ വന്നിട്ട് നമുക്ക് പ്ലെയിൻ വന്നിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൺവേയിൽ നേരെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ വിങ്സിന്റെ ലോവർ പ്രഷർ ആ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു എയറോഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടായിരിക്കും അത് മുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഇതില് എപ്പോഴാണോ ഈ സ്റ്റിഫ്നെസ് കുറയുന്ന സമയം ഡിഫോർമേഷൻ വന്നിട്ട് കൂടും. ഡിഫോർമേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ലിഫ്റ്റ് വന്നിട്ട് സംഭവിക്കില്ല. അപ്പൊ എയറോപ്ലെയിൻ ഡാമേജ് ആയി അവിടെ അങ്ങനെ ക്രാഷ് ആയിട്ട് നടക്കും, അപ്പൊ ക്രാഷ് ആകും. ഓക്കെ, അപ്പം നമ്മുടെ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഡിഫ്ലക്ഷൻ വന്നിട്ട് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സ്ട്രെങ്ത് വന്നിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മളൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ. സോ അപ്പോൾ ഓരോ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഓരോ ബിൽഡിങ്സും ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ കേരളയ്ക്കാണെങ്കിൽ നമ്മുടെ LSTD തയ്യാറാക്കിയ കുറച്ച് കോഡ്സ് ഉണ്ടാകും. ആ കോഡ്സിന്റെ അളവിൽ വേണം വീട് കെട്ടാൻ കൺഫേം ആയിട്ട് അറിയാം, എന്നാലേ അവർ പെർമിഷൻ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പ് ഡിഫറെന്റ് ആണ്, വിൻഡ് ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്, ആൻഡ് ഓരോ റെയിനി സീസൺ, അതായത് സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, അങ്ങനെ എവറിത്തിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ ആയിട്ട് നോക്കുമ്പോൾ അപ്പൊ ഓരോരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നാഷണൽ ബിൽഡിംഗ് കോഡൊക്കെ വന്നിട്ടുണ്ടാക്കും. അപ്പൊ ഓരോ കോഡ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിൽഡിങ്സ് വന്നിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യണമെന്ന് പറയാനതിന്റെ കാരണം വന്നിട്ട് അതാണ്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്തായാലും ഓർത്ത് വയ്ക്കാം. സോ ഡെൽറ്റ മാക്സ് ഈക്വൽ ടു 1/360 ഇൻറ്റു ലെങ്ത് ഓഫ് ദ സ്പാൻ. സോ ഇത് എല്ലാത്തിനും പറയുന്നതിന് ചോദിച്ചിട്ടാണ്. സോ ഡെൽറ്റ മാക്സ് ഈക്വൽ ടു 1/360 ഇൻറ്റു L ഓഫ് സ്പാൻ, ലെങ്ത് ഓഫ് സ്പാൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം, ഒരിക്കലും മറക്കരുത്, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ബീം ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇതിൽ ലോഡ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഞാനൊരു ബീം ഇതുപോലെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഡിഫോർമേഷൻ സംഭവിക്കൂ? ഫസ്റ്റ് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ അതിന് ലോഡ് കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ വീടിന് മുകളിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ നോക്കിയാൽ തന്നെ അതിൽ ബീം ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ ബീമിന്റെ അതിന്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിൽ ബീം ഉണ്ടാകും, അതിന് മുകളിൽ ലോഡ് ഉണ്ടാകും അല്ലെ. അപ്പൊ എപ്പോഴും അതിന്റെ മുകളിൽ ലോഡ് ഉണ്ടാകും. പക്ഷെ നമുക്കറിയാം അതിന്റെ മുകളിൽ ലോഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എപ്പോഴാണ് ഈ ലോഡ് വരുന്നത്, അപ്പോഴൊക്കെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ നമ്മള് ബീമിന്റെ മുകളിൽ നോക്കി, അപ്പൊ നോക്കണ സമയം വന്നിട്ട് വല്ല ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ടോ? അതിൽ വല്ല ഡിഫോർമേഷൻ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വല്ല ഡിഫോർമേഷൻ ആയിട്ട് സംഭവിച്ചിട്ട് അറിയുന്നുണ്ടോ? ഇല്ല. ആൻസർ ഈസ് നോ. ബിക്കോസ് ഡിഫോർമേഷൻ സംഭവിക്കേണ്ടതില്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു അസ്. അത് വന്നിട്ട് നമുക്ക് വിസിബിൾ അല്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഓൾവേസ് വി ഷുഡ് ഡിസൈൻ ഇറ്റ് ആസ് എ റിജിഡ് ബോഡി ആയിട്ട് നമ്മൾ എപ്പോഴും അതിനെ ഡിസൈൻ ചെയ്യണം. അപ്പം സോ വി ഷുഡ് ഡിസൈൻ എനി ഒബ്ജക്റ്റ്. സോ എങ്ങനെയായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ഏതൊരു ഒബ്ജക്റ്റിനെയും ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് റിജിഡ് ബോഡി. അതായത് റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം റിജിഡ് ബോഡി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എൻ ഇമാജിനറി ബോഡിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ വന്നിട്ട് 0 ആണ്. അപ്പൊ വിസിബിൾ ആയിട്ടുള്ള ഡിഫോർമേഷൻ ഒന്നും തന്നെ ഇതിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ, റിജിഡ് ബോഡി ആയിട്ട് അസ്യൂം ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. അപ്പൊ സ്ലോപ്പ് അതുപോലെ തന്നെ ഡിഫ്ലക്ഷനും നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമൈൻ ബീംസിനൊക്കെ അതിന്റെ ഡിഫറെന്റ് കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതിനെ കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിൽ എന്തൊക്കെ പഠിക്കുന്നു പറയാം. നമ്മൾ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ, അപ്ലൈഡ് ലോഡിന്റെ ഡിഫറെന്റ് റിലേഷൻസ് നമ്മൾ പഠിക്കും. പിന്നെ മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈൻ സ്ലോപ്പ് ഡിഫ്ലക്ഷൻസ് പഠിക്കും. ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് പഠിക്കും. മാക്കോലീസ് മെത്തേഡ് പഠിക്കും. മൊമെന്റ് ഏരിയ മെത്തേഡ്, കോൺജുഗേറ്റ് ബീം മെത്തേഡ്, മെത്തേഡ് ഓഫ് സൂപ്പർപോസിഷൻ പഠിക്കും. സ്ട്രെയിൻ എനർജി മെത്തേഡ് നമുക്കതിന്
ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെയുണ്ട് സ്ട്രെയിൻ എനർജി. നമുക്ക് ആ ചാപ്റ്ററിൽ അത് നോക്കാം. പിന്നെ ഏത് മെത്തേഡാണ് നമ്മൾ എക്സാമിന് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ചൂസ് ചെയ്യുക അതും നമ്മൾ പഠിക്കും. പിന്നെ ഈ മെത്തേഡ് ഓഫ് സൂപ്പർപൊസിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ കൈൻഡ് ഓഫ് എക്സാമിനേഷൻ ഇൻക്ലൂഡിങ് ഗേറ്റ്, PSC, ഓൾ കൈൻഡ് ഓഫ് എക്സാമിനേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസും നോക്കാം. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എലാസ്റ്റിക് കർവിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്ത് നോക്കുമെന്ന് വെച്ചാൽ differential equation of elastic curve. So elastic curve എന്താണ് ഇപ്പൊ പഠിച്ചിട്ടില്ല. എന്താണ് elastic curve? ഓർത്ത് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല elastic curve എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ട്. elastic curve എന്ന് പറഞ്ഞാൽ it is nothing but it is a deformed axis of loaded beam. അപ്പോൾ ഒരു ബീം വന്നിട്ട് ഡിഫോം ചെയ്ത ആ ഡിഫോം ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, elastic curve എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓർത്തോർത്ത് നോക്കി പഠിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ